ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനും നിൽക്കുന്നതായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക. ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കാൻ ഇന്ന് നാം ചിന്തിക്കുന്നത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനൻ്റെ പുസ്തകം 27-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന അതിതാണ്: എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്നു. ദൈവം പറയാണ്, എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് ദൈവത്തിൻ്റെ കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. അതായത് ദാവീദിൻ്റെ ഹൃദയത്തിൽ ദൈവം സംസാരിക്കുകയാണ്, എൻ്റെ മുഖം അന്വേഷിപ്പിൻ. അപ്പോൾ ദാവീദ് ദൈവത്തോട് പറയാണ്, ദൈവമേ, യഹോവേ, ഞാൻ നിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്നു. അതായത് പിതാവേ, ഞാൻ നിൻ്റെ മുഖത്തെ നിൻ്റെ വാക്കിൻ പ്രകാരം അന്വേഷിക്കുന്നു എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ വചനപ്രകാരം, നിൻ്റെ ആഗ്രഹപ്രകാരം നിൻ്റെ മുഖത്തെ ഞാൻ അന്വേഷിക്കുക. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ദൈവമുഖത്തേക്ക് നോക്കുക. ദൈവമുഖത്തേക്ക് നോക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. കാരണം ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ദൈവമുഖത്തേക്ക് നോക്കുക. പഴയ നിയമത്തിൽ ദൈവമുഖത്തേക്ക് നോക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ദൈവത്തെ കാണാൻ പറ്റും? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ കാണാൻ സാധിക്കില്ല. ദൈവം അരൂപിയാണ്. മോശ ദൈവത്തെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു, ദൈവത്തോട് വാശി പിടിച്ചു. എന്നാൽ മോശയ്ക്ക് പോലും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തെ നോക്കണമെന്ന്, അന്വേഷിക്കണമെന്ന് ദൈവം പറയുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ നിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ ദൈവമുഖത്തെ അന്വേഷിക്കുന്നൊരു വ്യക്തി ഒരനുഗ്രഹമാണ്. കാരണം ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നൊരു വാക്യമാണ് 67-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം പ്രകാശിക്കും എന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുക. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ ഒരു വ്യക്തിയുടെ മുഖം പ്രകാശിപ്പിക്കും. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. അതായത് പ്രകാശമായ, വെളിച്ചമായ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം പ്രകാശിക്കും. നമുക്കറിയാം, വെളിച്ചത്തോട് ചേർന്ന് നടക്കുമ്പോൾ നാം ഒരു പ്രകാശമായിരിക്കും. എന്നാൽ ഇരുട്ടത്ത് നടന്നാലോ? ഇരുട്ടിൽ നടന്നാൽ ഒരിക്കലും നാം പ്രകാശിക്കുകയില്ല. നമ്മെ ആർക്കും കാണാൻ സാധിക്കുകയില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ വേദനയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ സഹപ്രവർത്തകർ എന്നെ മനസ്സിലാക്കുന്നില്ല. ഇന്ന് നമ്മുടെ ചില ആഗ്രഹങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ചില നന്മകൾ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു, നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി വേദന അനുഭവിക്കുന്ന വ്യക്തികൾ പറയാറുണ്ട്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നെ പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത്? ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് എന്നെ കാണാൻ കഴിയാത്ത എന്താണ്? ഞാൻ ഇരുട്ടിലാണ് യാത്ര ചെയ്യുന്നത്. ഇരുട്ടെന്നെ മൂടിക്കളഞ്ഞിരിക്കുക. ഇവിടെ
അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നൊരു വ്യക്തി, ഒരനുഗ്രഹമായിരിക്കുന്നൊരു വ്യക്തി എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, അവൻ ദൈവത്തിൻ്റെ മുഖത്തെ പ്രകാശത്തിലാണ് അവൻ യാത്ര ചെയ്യുന്നത്. അനുഗ്രഹത്തിൻ്റെ പാത എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് അന്ധകാരത്തിലാണോ അതോ വെളിച്ചത്തിലാണോ യാത്ര ചെയ്യുന്നത്? പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ, നരകത്തിൻ്റെ, ഇരുട്ടിൻ്റെ മറവിലാണോ നാം യാത്ര ചെയ്യുന്നത്? അതോ ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരെന്നെ അറിയുവാൻ, മനസ്സിലാക്കുവാൻ, ഞാൻ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പ്രകാശം എൻ്റെ മേൽ പ്രകാശമായി ഉദിക്കുവാൻ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ഒരു അനുഗ്രഹമായി തീരാത്തതിൻ്റെ കാരണം നാം ഇന്ന് പ്രകാശിക്കുന്നില്ല. കാരണം ദൈവം മുഖത്തേക്ക് നോക്കുന്നില്ല. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സംഖ്യാപുസ്തകം 6-ാം അധ്യായം 25-26 വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചു, നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇവിടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ദൈവം നിന്നോട് കൃപയുള്ളവനാകട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് ദൈവമുഖത്തേക്ക് നോക്കുമ്പോഴാണ്. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ചു, നിന്നോട് കൃപയുള്ളവനാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കൃപ ലഭിക്കുക. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനങ്ങൾ. ഒരിക്കൽ പോലും നമുക്ക് യോഗ്യതയില്ലാതിരിക്കെ ദൈവം ദാനമായി നൽകുന്ന അനുഗ്രഹങ്ങൾ. ഇതിന് ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ പതിക്കണം. വീണ്ടും കർത്താവ് വചനം പറയുകയാണ്, യഹോവയുടെ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നത് ദൈവമുഖത്തേക്ക് നോക്കുമ്പോഴാണ്. ദൈവകരങ്ങളിലേക്ക്, ദൈവമുഖത്തേക്ക് നോക്കി ദൈവകരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ സമാധാനമുണ്ട്. ഇന്ന് ലോകം തരുന്ന നൈമിഷികമായ സമാധാനവും ജഡം തരുന്ന സംതൃപ്തിയും അനുഭവിക്കാൻ മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ യഥാർത്ഥമായ സമാധാനം ദൈവത്തിൽ നിന്നാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഇന്ന് സമാധാനമില്ലാത്തതുകൊണ്ട് പലർക്കും കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. രാത്രിയും പകലും ഉറക്കമില്ല. കാരണം മനുഷ്യൻ്റെ ആഗ്രഹം അത്യാഗ്രഹമായി ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സമാധാനമില്ല, സംതൃപ്തിയില്ല. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, യഹോവയുടെ മുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവത്തിൻ്റെ മുഖപ്രകാശം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ ആ വ്യക്തിക്ക് സമാധാനം ലഭിക്കും. മാത്രമല്ല, സങ്കീർത്തന പുസ്തകം 34:5 കർത്താവിന്റെ വചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കാൻ ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. അവരുടെ മുഖം മ്ലാനമാകുകയില്ല. അവരുടെ മുഖം ലജ്ജിക്കുകയില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയാണ്? മറ്റുള്ളവർ നമ്മെ നോക്കി നമ്മെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നന്മയുടെ വാക്കുകളാണോ, അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണോ, അതോ മനുഷ്യൻ ലജ്ജിക്കാൻ കാരണമാകുന്ന തരത്തിൽ നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നുണ്ടോ? ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം നമ്മുടെ മേലുണ്ടെങ്കിൽ നാം ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല.
പലപ്പോഴും ജീവിതത്തിൽ നിരാശയും ദുഃഖവും വേദനയുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കാൻ കഴിയണം. ഇന്ന് ഡോക്ടർമാരുടെ മുഖത്തേക്ക്, വൈദ്യശാസ്ത്ര മുഖത്തേക്ക് നോക്കി മടുത്തുപോയ അനേകം പേര്, മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന, വിഷാദിച്ചിരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ അവർ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. പലപ്പോഴും എല്ലാ വാതിലും അടഞ്ഞ് എല്ലാ പിടിവള്ളിയും വിട്ടുകഴിഞ്ഞ് ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന അനേകം വ്യക്തികളെ കാണാം. എന്നാൽ ഒരു തകർച്ച വന്നിട്ട് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതായിട്ട് ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കാം എന്ന് വിചാരിക്കുന്നതൊക്കെ നല്ലതാണ്. ഇന്ന് നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, സൗഖ്യമുള്ളപ്പോൾ, സന്തോഷമുള്ളപ്പോൾ, സൗകര്യമുള്ളപ്പോൾ ഈ ദൈവത്തെ അന്വേഷിക്കുക, ഈ ദൈവത്തിൻ്റെ മുഖം കണ്ടെത്തുക, ഈ ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാക്കിയെടുക്കുക. പ്രധാന വചനം പറയുന്നു, ദൈവത്തിൻ്റെ മുഖം ആ വ്യക്തിയെ ശക്തീകരിക്കും, സംതൃപ്തി നൽകും. സങ്കീർത്തന പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുന്നത് ദൈവമുഖത്തേക്ക് നോക്കുമ്പോഴാണ്. ഇവിടെ സങ്കീർത്തനം പറയുകയാണ്, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ മുഖം കണ്ട് തൃപ്തനാകും. ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, ഒരു ദിവസം ആരംഭിക്കുന്നത് ദൈവമുഖത്തേക്ക് നോക്കിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം സംതൃപ്തമായിരിക്കും. ഇതൊരു ദിവസത്തിൻ്റെ കാര്യം മാത്രമല്ല. ഉണരുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ആരംഭിക്കുമ്പോഴാണ്. ഉണരുമ്പോൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ സംതൃപ്തി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രവൃത്തിയും ദൈവമുഖത്തേക്ക് നോക്കി ആരംഭിക്കുമ്പോൾ അവിടെ സംതൃപ്തി ഉണ്ടാകും. ഇന്ന് സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം കഴിവിൽ, ഞാനെന്നുള്ള ഭാവത്തിൽ ഈ ലോകത്തിൽ എന്തെല്ലാം നേടാമെന്ന് നാം വിചാരിച്ചാലും ദൈവത്തെ കൂടാതെയാണെങ്കിൽ ആ ജീവിതം കൊണ്ട് ഒരു സംതൃപ്തി ഇല്ല. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണുപോകാൻ കാരണം ദൈവമുഖത്തേക്ക് നോക്കിയല്ല നമ്മുടെ ജീവിതത്തിൽ നാം പല നേട്ടങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത്. ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കണം. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കണം. ഒരു കൃഷി ചെയ്യുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കണം. ഒരു പഠനം ആരംഭിക്കുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കണം. ഇവിടെ സങ്കീർത്തനം പറയുകയാണ്, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. രാവിലെ ഉണരുമ്പോൾ ദൈവമുഖം അന്വേഷിക്കാറുണ്ടോ? ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ദൈവമുഖം നോക്കി സംതൃപ്തി അനുഭവിക്കാറുണ്ടോ? ഇന്ന് സംതൃപ്തിയില്ലാത്ത ഈ ജീവിതയാത്രയിൽ ദൈവം തരുന്ന യഥാർത്ഥമായ സമാധാനവും സംതൃപ്തിയും ദൈവമുഖത്തേക്ക് നോക്കുമ്പോഴാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും കഷ്ടതകളും ദാരിദ്ര്യവും എല്ലാം നമ്മൾ വേട്ടയാടാം. അവിടെയെല്ലാം നമുക്ക് സമാധാനം ലഭിക്കുന്നത്, സംതൃപ്തി ലഭിക്കുന്നത് ദൈവമുഖത്തേക്ക് നോക്കുമ്പോഴാണ്. ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവസ്വരം കേൾക്കാം. ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കും. നമ്മായിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർ നമ്മളെ കണ്ടെത്തും. മറ്റുള്ളവർക്ക് നമ്മെ മനസ്സിലാക്കാനുള്ള കൃപ ലഭിക്കും. വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ആ വ്യക്തി ദൈവം ദാനമായി നൽകുന്ന രക്ഷ സൗജന്യമായി അനുഭവിക്കുക. 80-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന്
തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഒരു മനുഷ്യന് രക്ഷ ഉണ്ട് എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. യെശയ്യാ പുസ്തകം 45 അധ്യായം 22 വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. രക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. കാരണം രക്ഷയ്ക്ക് വിപരീതമാണ് ശിക്ഷ. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ പാപത്തിന് ശിക്ഷയുണ്ട്. എന്താണ് പാപത്തിൻ്റെ ശിക്ഷ? പാപത്തിൽ തന്നെയാണ് ശിക്ഷ. പാപം ചെയ്തൊരു മനുഷ്യന് ദൈവമല്ല ശിക്ഷിക്കുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുകയാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ പാപത്തിൽ തന്നെ ശിക്ഷയുണ്ട്. ആദ്യമായി ഭൂമിയിൽ പാപം ചെയ്ത മനുഷ്യൻ ആദത്തോട് ദൈവം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം അതിൻ്റെ 17 വാക്യം, യഹോവയായ ദൈവം മനുഷ്യനോട് പറയുകയാണ്, നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് നീ അനുസരിക്കുകയും തിന്നരെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം എന്ന് പറഞ്ഞാൽ നിന്റെ പാപനിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ആ പാപത്തിൽ തന്നെ ശിക്ഷയുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ എന്താണ്? പാപത്തിൻ്റെ അനന്തരഫലമാണ് ശാപം. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. വീണ്ടും ദൈവം പറയാണ്, നീ ജീവിതകാലം മുഴുവൻ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി അനുഭവിക്കും. അപ്പോൾ ജീവിതകാലം മുഴുവൻ കഷ്ടത ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെയുണ്ട്. വീണ്ടും ദൈവം പറയുകയാണ്, നീ എന്ത് അധ്വാനിച്ചാലും നിനക്ക് മുള്ളും പറക്കാനായിരിക്കും. മുള്ളും പറക്കാനെന്ന് പറഞ്ഞാൽ വേദനയും ദാരിദ്ര്യവും. ദാരിദ്ര്യം മൂലമുള്ള വേദന. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപത്തിൽ തന്നെ ശാപമുണ്ട്, കഷ്ടതയുണ്ട്, ദാരിദ്ര്യമുണ്ടെന്ന് കർത്താവായ ദൈവം അരുളി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നതല്ല, ദൈവം രക്ഷിക്കുന്നവനാണ്. പാപം നമ്മെ ശിക്ഷയിലേക്ക് നയിക്കുമ്പോൾ ആ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ദൈവം. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. നാം ദൈവത്തിലേക്ക് തിരിയണം. ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക്, ദൈവമുഖത്തേക്ക് തിരിയുമ്പോൾ, ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, 80 സങ്കീർത്തനം 19 വാക്യത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തി രക്ഷ പ്രാപിക്കും. നമുക്കറിയാം, കുരിശിൽ കിടക്കുന്ന 2 കള്ളന്മാരിൽ ഒരു കള്ളൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവൻ യേശുവിൻ്റെ മുഖത്തെ കണ്ടു. യേശുവിൻ്റെ മുഖം ഈ കള്ളൻ്റെ മുഖത്തെ പ്രകാശിപ്പിച്ചു. എന്നാൽ മറ്റേ കള്ളൻ സ്വയം ശപിച്ച് ദൈവത്തെ ശപിച്ചു. ഇവിടെ ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയാണ്? ഇന്ന് നാം അനുഭവിക്കുന്ന പാപത്തിൻ്റെ അനന്തരഫലമായുള്ള ശിക്ഷ, പാപത്തിൻ്റെ ശമ്പളം നമ്മുടെ ജീവിതത്തിൽ ശിക്ഷയായി മാറിയപ്പോൾ നാം സ്വയം ശപിച്ച് ദൈവത്തെ ശപിച്ച് പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി നിത്യ നരകത്തിലേക്ക് യാത്രയാകുന്നൊരു വ്യക്തിയാണോ? ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവനിലാണ് രക്ഷയെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അവങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. യേശുക്രിസ്തു മുഖാന്തരം
നിത്യരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിലേക്ക് തിരിയുക. യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണെന്നുള്ള വലിയ ബോധ്യത്തോടെ യേശുവിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നിത്യരക്ഷയുണ്ട് നാം തിരിച്ചറിയണം. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വീണ്ടും യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക വഴിയെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് യേശുവെങ്കിലേക്ക് തിരിയാം. ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് രക്ഷ പ്രാപിക്കാം. ഇതാ റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുക. നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട ആ യേശുവിൻ്റെ മുഖം, നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായ ആ യേശുവിൻ്റെ മുഖം, കണ്ടാൽ ആളല്ല എന്ന് തോന്നുന്ന രൂപത്തിൽ വിരൂപമാക്കപ്പെട്ട യേശുവിൻ്റെ മുറിവേറ്റ മുഖം, മുൾക്കിരീടം ആഞ്ഞ് അടിച്ചു തറച്ചപ്പോൾ കണ്ണിലൂടെ മുള്ള് പുറത്തേക്ക് തള്ളി മുഖം വിരൂപമാക്കിയ ആ വിരൂപമായ മുഖം, യേശുവിൻ്റെ രക്ഷ നൽകുന്ന മുഖത്തേക്ക് നോക്കാം. നാം യേശുവിലേക്ക് തിരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് അവൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് രക്ഷ അനുഭവിക്കാം. യശുപ്രാന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അയ്യോ പാപമുള്ളൊരു ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, വഷായി നടക്കുന്നവർ. ഇവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞ് പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുക. ഇന്ന് ദൈവത്തെ മറന്ന് ഇരുട്ടിൽ യാത്ര ചെയ്യുന്ന, പാപത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ, പിശാചിൻ്റെ, നരകത്തിൻ്റെ അടിമനുഭവത്തിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയെക്കുറിച്ച് ദൈവം നിലവിളിക്കുക, കരയുക. നമുക്ക് അവങ്കിലേക്ക് തിരിയാം. കരയുന്ന യേശുവിൻ്റെ മുഖം, നമ്മെ ഓർത്ത് വിലപിക്കുന്ന കരയുന്ന യേശുവിൻ്റെ മുഖം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ്റെ ദുഷ്ടത വലുതെന്നും അവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം എപ്പോഴും ദൂഷിച്ചെന്ന് യഹോവയായ ദൈവം കണ്ടു. അത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ, മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദൈവം അനുതപിച്ചു. അവൻ്റെ ഹൃദയത്തിനത് ദുഃഖമായി. ഇന്ന് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ നമ്മെ ഓർത്ത് കരയുകയാണോ? യേശുവിൻ്റെ മുഖത്തെ സന്തോഷിപ്പിക്കാൻ ഒരേ ഒരു വഴി അനുതപിക്കുക, പശ്ചാത്തപിക്കുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, യേശുവിലേക്ക് തിരിയുക, അവൻ്റെ മുഖത്തേക്ക് നോക്കാം. യേശുവിൻ്റെ മുറിക്കപ്പെട്ട, തകർക്കപ്പെട്ട മുഖത്തേക്ക് നോക്കി, അവൻ്റെ പ്രകാശിക്കുന്ന മുഖത്തേക്ക് നോക്കി, അവൻ്റെ രക്ഷ നൽകുന്ന തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് രക്ഷ പ്രാപിക്കാം. യേശുവിൻ്റെ മുഖം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട, കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ അത്രമാത്രം വിരൂപമാക്കപ്പെട്ട, വികൃതമാക്കപ്പെട്ട യേശുവിൻ്റെ മുറിവേറ്റ മുഖത്തേക്ക് നോക്കി നമുക്കും കർത്താവിൽ നിന്ന് രക്ഷ സ്വീകരിക്കാം. ദാവീദിനെ പോലെ അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനിതാ നിൻ്റെ മുഖം അന്വേഷിപ്പാൻ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത്രയും നാളും ഇരുളിൽ സഞ്ചരിച്ചുവെങ്കിൽ, പാപത്തിൻ്റെ ശിക്ഷയായ ശാപത്തിൻ്റെ തകർച്ചയുടെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് നിത്യരക്ഷ പ്രാപിക്കാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. അവൻ്റെ മുഖത്തെ നോക്കിക്കൊണ്ട്, കണ്ടുകൊണ്ട്, അവൻ്റെ മുഖത്തെ അന്വേഷിച്ചുകൊണ്ട് അവൻ നമുക്ക് രക്ഷ പ്രാപിക്കാൻ ഒരുങ്ങാം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം.
ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്നുള്ള അവിടുത്തെ കൽപ്പന ഞങ്ങൾ കേൾക്കുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ ആഗ്രഹത്തെ പ്രതി ഞങ്ങൾ നിൻ്റെ മുഖം അന്വേഷിക്കുകയാണ്. ഇത്രയും നാളും ഇരുട്ടിൻ്റെ മറവിൽ, പാപത്തിൻ്റെ അടിമനുഖത്തിൽ, പാപത്തിൻ്റെ അനന്തരഫലമായ ശാപത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ അടിമനുഖത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ നിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക. യേശുവേ, നീയല്ലാതെ ഞങ്ങൾക്കൊരു രക്ഷകനില്ല, നീയല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ടെഴുന്നള്ളി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, കരങ്ങളിൽ മുറിവുമായി ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവേ, അവിടുത്തെ തിരുമുറിവിലേക്ക്, തിരുരക്തത്തുള്ളികളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി നിത്യരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും പാപ, ശാപ, രോഗബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകി നിത്യരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. Money